രാധ എന്നെ പറ്റിക്കുമായിരുന്നല്ലോ എന്നാലോചിച്ച് നമ്മുടെ വിക്രം ഇങ്ങനെ മൊബൈലൊക്കെ എടുത്ത് പിടിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അച്ചമ്മ അങ്ങോട്ടേക്കിന് സങ്കടപ്പെട്ടിട്ട് ഓടി വരുന്നത്. പുറകെ നോക്കുമ്പോൾ നമ്മുടെ വേദയുണ്ട്, പിന്നെയും പുറകെ നമ്മുടെ രാധയും വരുന്നുണ്ട്. അപ്പോഴത്തേക്കിനും നമ്മുടെ വിക്രത്തിന് ഏകദേശ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ്. അമ്മണിയമ്മ ഓടി വന്നിട്ട് തന്നെ കൊച്ചുമോനെ കെട്ടിപ്പിടിച്ചിട്ട് മോനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, സുഖമായിട്ടിരിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇന്നലെ രാത്രി തൊട്ടിട്ട് ഇവളാണെങ്കിൽ കുറേ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ ആ ഫോൺ എടുത്തിട്ട് ഒന്ന് തിരിച്ച് വിളിക്കണ്ടായിരുന്നു ചോദിക്കുമ്പം നമ്മുടെ വിക്രം പറയുന്നുണ്ട്, ഇപ്പോഴാണ് എനിക്ക് ഫോൺ കിട്ടിയത്, ഇതിന് ഇപ്പോൾ കിട്ടിയതേ കയ്യിലുള്ളെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം നമ്മുടെ രാധേനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ രാധ ഇങ്ങനെ മുഖം കൊടുക്കാൻ നിൽക്കുകയാണ്. അതിനുശേഷം നമ്മുടെ വേദ പറയുന്നുണ്ട്, ഏതൊക്കെയാലും കല്യാണം കഴിക്കുന്നതിൽ നിന്ന് തിരിഞ്ഞോടുന്നതിന് വേണ്ടിയിട്ട് വിക്രം അങ്ങനെ ചെയ്യില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, എന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ നമ്മളിൽ നിന്ന് മറച്ചു വെക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ വിക്രം രാധനെ ഇങ്ങനെ നോക്കുന്നുണ്ടേ. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. എടാ നീ നോക്കണ്ട, നമ്മുടെ ഡിസ്ചാർജിൻ്റെ സ്ലിപ്പെല്ലാം എഴുതി മേടിച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ വന്നത്, അതുകൊണ്ട് നമുക്കിനി പ്രത്യേകിച്ച് ഫോർമാലിറ്റീസുകളൊന്നുമില്ല, നമുക്ക് പോകാം എന്ന് പറയും. അപ്പോഴത്തേക്കിനും നമ്മുടെ അമ്മിണിയച്ചമ്മയും പറയുന്നുണ്ട്, ഒരു കാര്യം തീരുമാനിച്ചു, ഈ അമ്മിണിയച്ചമ്മ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. ഈ കല്യാണം തീരുമാനിച്ചതേ നിൻ്റെ വീട്ടുകാരും ഇവരുടെ വീട്ടുകാരും കൂടി ചേർന്നിട്ടാണ്. കുറച്ച് ആൾക്കാരനെ നിൻ്റെ അമ്മ ക്ഷണിച്ചിട്ടുമുണ്ട്. കല്യാണത്തിനെ പേടിച്ചിട്ടും നീ മാറി നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ എൻ്റെ സുധാകരൻ വിഷമിക്കുന്നത് കാണാനായിട്ട് എനിക്കൊട്ടും പറ്റത്തില്ല. നീ ഇങ്ങോട്ട് നടക്കുക എന്ന് അച്ചമ്മ പറയുമ്പോഴത്തേക്കിനും വിക്രം ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ. അച്ചമ്മ നടക്ക്, ഞാൻ വരാം, അച്ചമ്മ നടക്ക്, ഞാൻ വന്നോളാം എന്ന് പറയുമ്പോഴത്തേക്കിനും വീണ്ടും അച്ചമ്മ പറയുന്നുണ്ട്, തറവാട്ടമ്പലത്തിൽ ചെന്നിട്ട് നിങ്ങളുടെ ഈ ഒരു ബന്ധം അംഗീകരിച്ചതാണ്, എല്ലാ ദൈവങ്ങളെയും സാക്ഷി നിർത്തി, അപ്പം ഇനി അതിന് മുടക്കമൊന്നും വേണ്ട. അതിന് ശ്രമിച്ച അതിൽ നിന്ന് മുടക്കാനായിട്ട് ഇവളെന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കർണക്കുറ്റി നോക്കി പുകച്ചിട്ട് നീ അങ്ങോട്ടേക്ക് വരണമെന്ന് നമ്മുടെ രാധേനെ നോക്കിയിട്ട് വിക്രത്തിനോട് പറഞ്ഞിട്ട് അമ്മിണിയച്ചമ്മ അവിടുന്ന് പോവുകയാണേ. അച്ചമ്മ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കിനും തന്നെ നമ്മുടെ വിക്രമിൻ്റെ അസൽ സ്വഭാവം എടുക്കുവാണേ. എന്നിട്ട് വേദയോട് പറയുകയാണേ, അച്ചമ്മയെ മുൻനിർത്തി നീ കളിക്കുന്ന നാടകം ഉണ്ടല്ലോ അത് നാളത്തോടെ അവസാനിക്കുമെന്ന് പറയുവേ. എന്നിട്ടേക്കും നമ്മുടെ വേദ പറയുന്നുണ്ട്, വിഡ്ഢിത്തരം പറയരുതെന്ന്. ഇത് ഞാനായിട്ട് തീരുമാനിച്ചല്ല, നമ്മുടെ രണ്ടുപേരുടെയും വീട്ടുകാർ എടുത്ത തീരുമാനമാണ്. അത് നമ്മൾ നേരത്തെ വൈരാഗ്യത്തോടെയാണ് കേട്ടെങ്കിൽ അതിപ്പോൾ സ്നേഹത്തോടെ കേട്ടുന്നു, അത്രേ ഉള്ളൂ എന്ന് പറയാം. സ്നേഹത്തോടെയാണ് നിൻ്റെ കഴുത്തിലും അത് ആ ചരട് നാളെ അറുത്തുമുറിച്ച് കളയുന്ന ദിവസമായിരിക്കും എന്നൊക്കെ പറയുകയാണ് വേദയുടെ മുഖത്ത് നോക്കിയിട്ട്. അപ്പോഴത്തേക്കിനും നമ്മുടെ രാധയ്ക്ക് അങ്ങ് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ, ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കിനും വേദ ഇതെല്ലാം കാണുവാണല്ലോ. നീ ചിരിച്ചോ, നാളെ നമുക്ക് കാണാം എന്താ ഇവിടെ ഉണ്ടാകാൻ പോകുന്നതെന്ന്. എന്നിട്ട് വിക്രമൻ്റെ അടുത്തും പറയുന്നുണ്ട്, വിക്രമ എന്നല്ല വിളിക്കുന്നത്, വിക്രു എന്നാണ് വിളിക്കുന്നത്. വിക്രു, നാളെ എന്താ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം, മോൻ ഇങ്ങോട്ടേക്ക് നടക്ക്. ഇപ്പോൾ വിക്രമാദിത്യ മഹാരാജാവിന് എൻ്റെ കൂടെ വരാൻ സന്മനസ്സുണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണേ. അന്നത്തേക്കിനും പറയുന്നുണ്ട്, നീ പറയുന്നതിനെല്ലാം അനുഭവിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വേദ രാധയുടെ അടുത്തും പറയുന്നുണ്ട്, രാധ ഇന്നത്തെ ഒരു ദിവസമല്ലേ, നിനക്ക് സന്തോഷിക്കുക, നാളെ നമുക്ക് കാണാമെന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ വേദ അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് നമ്മുടെ കമലമ്മ ഇങ്ങനെ നോക്കി നിൽക്കുകയാണേ. അന്നേരത്തേക്കിനും അച്ഛൻ ഇങ്ങോട്ടേക്ക് വരും കേട്ടോ. നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുക. അത് പിന്നെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, വിക്രം ഇന്നലെ വന്നിട്ടില്ല, വേദനയും കുട്ടീനെ ഇറക്കി വിട്ടിട്ട് പോയതാണ് എന്നൊക്കെ പറയേ. അന്നേരത്തേക്കിനും അച്ഛൻ പറയും കേട്ടോ, ഗുണ്ടായുസവും ഗുണ്ടത്തരവുമായിട്ട് നടക്കുന്ന ആളല്ലേ, അതിന് നീ ടെൻഷൻ അടിക്കുന്നത് എന്തിനാന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും കമലമ്മ പറയുന്നുണ്ട്, ഇത് അങ്ങനെയൊന്നും അല്ല, ഭയങ്കര ടെൻഷനിലാണ്, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ശ്രീനിവാസൻ സാറിനും അറിയത്തില്ല എന്നൊക്കെ പറയുവേ. അന്നേരത്തേക്കിനും നമ്മുടെ നന്ദിനി പറയും കേട്ടോ, ഇത് മനഃപൂർവ്വം അവൻ മാറി നിന്നത് തന്നെയാണിങ്ങനെ പറയേ വിക്രമേ. അന്നേരത്തേക്കിനും നമ്മുടെ കമലമ്മ നമ്മുടെ നന്ദിനിയോട് ദേഷ്യപ്പെടും കേട്ടോ, നീയാണോ പറയുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മാഷി ചോദിക്കുന്നുണ്ട്, അത് നീ എന്തിനാ അവളോട് ചൂടാകുന്നത്, ഇതൊക്കെ ഉള്ള കാര്യം തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കഥ അറിയാതെ ആട്ടം കാണുന്നത് നീയും അമ്മയൊക്കെയാണെന്ന് പറയാം. അന്നേരത്തേക്കിനും നന്ദിനി പറയും, അത് ശരിയാണ് വെച്ചാൽ അമ്മയും അതുപോലെ മുത്തശ്ശിയും പിന്നെ അവരുടെ വേദയുടെ മുത്തശ്ശിയും ഇവർ 3 പേരും മാത്രമേ ഇവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ, ബാക്കി ആരും അംഗീകരിച്ചിട്ടൊന്നുമില്ല, അവരല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല ജീവിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും മാഷും പറയുന്നുണ്ട്, ശരിയാണ്, അവരുടെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് എന്ന് മാഷും പറയുന്നുണ്ട്. അച്ഛാ ഞാൻ പറയുന്നത് കറക്റ്റ് തന്നെയാണ്, വിക്രമൻ ഈ കല്യാണത്തിനോടൊന്നും ഇഷ്ടമല്ല എന്ന് പറയുമ്പോഴത്തേക്കിനും ദേഷ്യത്തോടു കൂടി നമ്മുടെ കമലമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, അത് നീയാണോ തീരുമാനിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ വീണ്ടും മാഷ് ഇങ്ങനെ ചോദിക്കുവാണെങ്കിൽ അത് നീയാണോ തീരുമാനിക്കുന്നതെന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് അവരെവിടെയും ചോദിക്കുക, അത് അവരിപ്പോൾ വരും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വിക്രമിനെ കൂട്ടിയിട്ട് ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് മുത്തശ്ശിയും അതുപോലെ വേദയും കയറി വരുവാണ്. അപ്പോഴത്തേക്കിന് അച്ഛനങ്ങ് സങ്കടമാവുന്നുണ്ട് കേട്ടോ.
വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കിനും തന്നെ നമ്മുടെ വിക്രമാണെങ്കിൽ വീഴാനൊക്കെ പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ വേദ ഓടിച്ചെന്ന് പിടിക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും കൈ തെറുപ്പിച്ച് വിടുവേ വേദയുടെ കയ്യെ. അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ പറയും കേട്ടോ, വേദയുടെ കൈ പിടിച്ച് ഉള്ളിലേക്ക് കയറടാന്നിങ്ങനെ പറയേ. അപ്പോഴത്തേക്കിനും നമ്മുടെ വിക്രത്തിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവുക. എന്നിട്ട് വേദ അടുത്തേക്ക് ചെന്നിട്ട് പറയും പിടിക്കുമെന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കും കേട്ടോ. എന്നിട്ട് പറയും വേതാളത്തിൻ്റെ ചുമരിൽ ഇനി വിക്രം കയറേണ്ട അവസ്ഥ വരും, ഇല്ലെങ്കിൽ കഴുത്ത് തൂക്കിയിടും അച്ഛമ്മ, പിടിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് വേദയുടെ കൈയും പിടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് വിക്രത്തിനെ കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മുടെ വിക്രത്തിൻ്റെ കൈ പിടിച്ചിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. കൈ പിടിക്കാൻ ചെല്ലുമ്പോഴത്തേക്കിനും തട്ടി മാറ്റുന്നുണ്ട്. നന്ദിനിയും ഇത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും നമ്മുടെ നന്ദിനിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ടിരിക്കുകയാണ്. അച്ഛനും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിലേക്ക് കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും തന്നെ നമ്മുടെ വിക്രം വേദയുടെ കൈ ഇങ്ങനെ മാറ്റി വിടുവേ. അന്നേരത്തേക്കിനും പറഞ്ഞാൽ മതി, ഞാൻ കൈ മാറ്റിക്കൊള്ളാം എന്നിങ്ങനെ വേദ പറയും കേട്ടോ. അന്നേരത്തേക്കിനും നമ്മുടെ വിക്രം പറയുന്നുണ്ട് മൂട്ടയെ പോലെ ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കുകയല്ലേ, അതിനെ തള്ളി മാറ്റിയെന്ന് പറയും കേട്ടോ. എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ വേദയ്ക്ക് ചിരിയൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ നാളത്തെ ഒറ്റ ദിവസം കൂടെ കഴിയട്ടെ, ആ ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിക്രു എൻ്റേതല്ലേ, അപ്പോഴത്തേക്കിനും കുറച്ചുകൂടെ ചോര ഊറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് പറ്റും എന്ന് പറയുന്നുണ്ട്. അതിനു ശേഷം യക്ഷികളുടെ മേലെയുള്ള വടയക്ഷിയായിട്ട് ഞാൻ അവതരിക്കുന്നതാണ്. വടയക്ഷിയോ എന്ന് പറയും. അതാരാന്ന് ചോദിക്കുക. അന്നേരം പറയും യക്ഷികളുടെ കൂട്ടത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ യക്ഷിയാണ് വടയക്ഷി. ഈ വടയക്ഷി ഉപയോഗിക്കുന്ന 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. 1 വശ്യം, 2 മാരണം. അന്ന് പറഞ്ഞിട്ട് കണ്ണ് ഇങ്ങനെ കൂട്ടി ഉറപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വിക്രത്തെ നേരെ ഇങ്ങനെ യക്ഷിയെപ്പോലെ ചെല്ലുക. എന്നിട്ട് നിൽക്കുന്ന വിക്രത്തിനെ ബെഡിലോട്ട് ഇരുത്തും കൂട്ടോ. യക്ഷി മഹായക്ഷി സർവം സ്വാഹ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിക്രത്തിനെ പേടിപ്പിക്കുകയാണ്. എന്നിട്ട് പറയും നാളത്തെ ചടങ്ങ് വരെ ഇതിങ്ങനെ ഈ മന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കണം. അതിന് ശേഷമാണ് പിന്നെ ബാക്കി കളികൾ. അല്ലേ വിക്രുവേട്ടാന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് വിക്രുവേട്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോണത്. അപ്പോൾ നമ്മുടെ വിക്രം ഇങ്ങനെ പറയുന്നുണ്ട് ഇവളെന്താ ഈ പറഞ്ഞത്, എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. ഇനിയിപ്പോൾ നടക്കുമോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, പോട്ടെ വിട് എന്നൊക്കെ പറഞ്ഞിട്ട് തമാശയും ആക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലിങ്ങനെ പറയുന്നുണ്ടല്ലോ ഇവളെന്തായി പറഞ്ഞേന്ന്. അന്നത്തേക്കും തന്നെ നമ്മുടെ വേദ ഇങ്ങനെ വീണ്ടും വാതിക്കലിൽ അവിടെ വന്ന് നിന്നിട്ട് പറയുന്നുണ്ട് നെറ്റിൽ സെർച്ച് ചെയ്ത് മോനെ അപ്പോൾ അറിയാലോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും വിക്രം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നോക്കുകയും ഇവർക്ക് എന്തായി പറ്റിയെന്നും പറഞ്ഞിട്ട് നോക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ നന്ദിനി ഓടി ഉള്ളിലേക്ക് ചെല്ലുകയാണ്. നമ്മുടെ വിനായകൻ ഇരുന്ന് നഖം വെട്ടുകയാണ് കേട്ടോ. നഖം വെട്ടുവാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും പറയും അല്ല ചീര നടുവാന്നിങ്ങനെ വിനായകൻ പറയും കേട്ടോ. ഇങ്ങനെ കാവിൻ്റെ കോവടി കേൾക്കാനല്ല ഞാൻ വന്നത് എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് അവൻ വന്നെന്ന് പറയേ. ആര് വിക്രം വന്നു. അവനെന്താ പറ്റിയത്? അവനൊരു ആക്സിഡൻ്റ് ആയിട്ട് ആശുപത്രിയിലായിരുന്നു. ശരിയാ. അങ്ങനെ വീണ് കഴിഞ്ഞപ്പോൾ ഫോണും സ്വിച്ച് ഓഫ് ആയി കാണും. നീ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ചിട്ട് ഭ്രാന്ത് പിടിക്കുന്നത്? നീ നല്ല കാര്യം, ഇനിയിപ്പോൾ ഏതൊക്കെയായാലും വിവാഹം നടക്കുമല്ലോ, അതുകൊണ്ട് എനിക്ക് സമാധാനമായി. നാട്ടുകാർ വായിരിക്കേണ്ട കേൾക്കണ്ടല്ലോ എന്നങ്ങനെ വിനായകനും പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ ഇങ്ങോട്ട് കയറി വന്നിട്ട് ചോദിക്കുക നിങ്ങൾ 2 പേരും കൂടെ ഇവിടെ എന്നെ എടുക്കുക. എടാ വിനായക, നിനക്കറിയാമല്ലോ നാളെ ഒരു കല്യാണം നടക്കാൻ പോകുന്ന വീടാണെന്ന്. എന്നിട്ട് നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത്? 2 ആളും കൂടെ കുറുകിയിരിക്കുകയാണ് ഇവിടെ, നാണാകത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് നമ്മുടെ നന്ദിനി ചോദിക്കുന്നുണ്ട് അന്നത്തേക്കിന് ഒളിഞ്ഞു നിന്ന് കേൾക്കുമായിരുന്നു എന്ന് ചോദിക്കുക. അപ്പം നമ്മുടെ മുത്തച്ഛി പറയുന്നുണ്ട് നിങ്ങളുടെ സ്വകാര്യ അല്ലെങ്കിൽ ഞാൻ കേൾക്കാത്ത മട്ടി പോയേനെ, പക്ഷേ മറ്റൊരാളുടെ കുറ്റമല്ല നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അതുകൊണ്ട് കാത് കൂർപ്പിച്ച് തന്നെ ഞാൻ കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. നാളെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ചാനലുണ്ടല്ലോ, യൂട്യൂബ് ചാനലുണ്ടല്ലോ, അതിനകത്തൊന്ന് കുറച്ച് ആളുകൾ ഇപ്പോൾ ഈ ഇവൻ്റ് മാനേജ്മെൻറ്റ് ഇവിടെ എത്തും. അപ്പോൾ മുറ്റമൊക്കെ കുറച്ച് വൃത്തിയാക്കാനുണ്ട്, നീ പോയി മുറ്റം വൃത്തിയാക്കടാ. അതുപോലെ തന്നെ ശ്രീജ ഇവിടെ ഇല്ല, കമല ഒറ്റയ്ക്കാണ് അടുക്കളയിൽ, നീ പോയി കമലേനെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദിനി അടുത്തിനെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുവാണേ. നമ്മുടെ വിക്രത്തിൻ്റെ ഫ്രണ്ട്സും നമ്മുടെ ലുട്ടാപ്പി അതുപോലെ ജോസഫും വരുന്നുണ്ട് കേട്ടോ. എവിടെ ആളെവിടെ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുകയെ നമ്മുടെ വിനായകൻ തൂത്ത് തുടച്ചുകൊണ്ട് നിൽക്കുവാണേ തൂണൊക്കെ. എന്നിട്ട് പറയും നമ്മുടെ കൂട്ടുകാരൻ്റെ 2ാം കെട്ടല്ലേ, അപ്പോൾ ഞങ്ങളൊക്കെ നേരത്തെ വരണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി ഇത് കേട്ടോണ്ട് വെളി വരുവേ. നിങ്ങൾ പറഞ്ഞത് ശരിയാണോ, നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുക. ഞാനോ എന്ന് പറഞ്ഞിട്ട് ലുട്ടാപ്പി ചോദിക്കുക. അല്ലല്ല ഇവൻ 2ാം കെട്ടെന്ന് പറഞ്ഞില്ലേ, ഞങ്ങളുടെ കൊച്ചിൻ്റെ ആദ്യത്തെ വിവാഹമാണ് ഇവിടെ നടക്കുന്നത്, അത് നല്ല രീതിയിൽ നടത്താൻ പോവുകയാണ്, അപ്പം നിങ്ങളുടെ കൂട്ടുകാരങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് മുത്തശ്ശി അവരെ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അല്ല ഞങ്ങളങ്ങനെ വെറുതെ അങ്ങനെ നിങ്ങളൊന്നും ഉദ്ദേശിക്കേണ്ട. ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും കൂടെ ഉണ്ടല്ലോ, രാജേട്ടൻ. ചേട്ടനായാലും അനിയനായാലും കുഴപ്പമില്ല, നിങ്ങളെല്ലാവരും കൂടെ വൈകിട്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കണം, ഒരു ഡെക്കറേഷനും പരിപാടികളൊക്കെ ഉള്ളതാണെന്ന് പറയേ. വൈകുന്നേരം ഡെക്കറേഷനൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അതല്ലേ മരമാക്രികളെ പറഞ്ഞത്, വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും ഇങ്ങ് എത്തേക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്.
നമ്മുടെ കൂട്ടുകാരിങ്ങനെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ വിക്രം ഇങ്ങനെ കൈയും പൂട്ടിയൊക്കെ കിടന്ന് ഉറങ്ങുവാണേ. ആ ഉറങ്ങുന്ന ഉറക്കം കണ്ടില്ലേ. ഇവനെ കണ്ടെന്നാ പറയുമോ ഇത്രയും പേക്കൂത്തുകളൊക്കെ ഉണ്ടാക്കുന്ന ഗുണ്ടയാണെന്ന്. അപ്പം എന്തൊരു പാവമാണെന്ന് നോക്ക്. ചിലപ്പോൾ ഇവൻ്റെ ഇങ്ങനെ ഉറങ്ങുന്ന കാഴ്ച കണ്ടിട്ടായിരിക്കും ആ കൊച്ചു ഇവനെ വിട്ടിട്ട് പോകാത്തത് എന്നിങ്ങനെ കൂട്ടുകാർ പറയുന്നുണ്ട്. എന്നിട്ട് ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. എടാ വിക്രം എന്ന് പറഞ്ഞിട്ടൊക്കെ വിളിച്ച് എണീപ്പിക്കുന്നുണ്ട്. നിങ്ങളോ? ഞങ്ങൾ നിൻ്റെ വണ്ടി തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആരാണ് എൻ്റെ പിന്നിൽ എന്നൊക്കെ ചോദിക്കും. ശ്രീകാന്താണോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അത്തേക്കിന് എനിക്കറിയത്തില്ല, ചിലപ്പം ഇത് ആക്സിഡൻ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്, പേടിച്ചിട്ട് വണ്ടി നിർത്താതെ പോയതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ട് ശ്രീനി സാർ നിന്നെ കൈയോടെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് പറഞ്ഞതെന്ന് പറയുക. ഞാൻ വന്നോളാം, നിങ്ങൾ വിട്ടോളാൻ പറയുവേ. അവരിങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കിനും വേദയെ കാണും കേട്ടോ. വന്ന് കയറിയില്ല, ഞാനിപ്പുറം കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാണെന്ന് ചോദിക്കുക. അല്ല, വണ്ടി കൊണ്ടുതരാൻ വന്നതെന്നൊക്കെ പറയും കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുക. അല്ല, മനഃപൂർവ്വം ഇടിച്ചിട്ടതാണോ അതോ ഇടിച്ചതാണെന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അവൻ പറഞ്ഞത് ഇടിച്ചതാണെന്നാണ് പറയുന്നതെന്ന് ഇങ്ങനെ പറയും കേട്ടോ. എന്താണെങ്കിലും വൈകുന്നേരം വരത്തില്ലേന്ന് ചോദിക്കുക. വരണ അച്ഛമ്മ എന്തൊക്കെയോ പണികൾ നിങ്ങളെ ഏൽപ്പിക്കാനുണ്ടെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറയുകയെ. തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്സ് അങ്ങോട്ടേക്ക് പോകുന്നിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, താങ്ക് യു.